പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ധനകാ തിരുനാളിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണെന്ന് പരിശുദ്ധ സഭ ധ്യാന ചിന്തയ്ക്കായി നമുക്ക് തരുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ മാബ്ദാന് ബന്ധനസ്ഥനായി എന്ന് കേൾക്കുമ്പോൾ യേശു തമ്പുരാൻ പിൻവാങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും വചനത്തിലൂടെ അവിടെ നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ ചില പിൻവാങ്ങലുകൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അപകടം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന്, അപകടങ്ങൾ നിറഞ്ഞ നിന്റെ ചില കൂട്ടുകെട്ടുകളിൽ നിന്ന്, നിന്റെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഒരു പിൻവാങ്ങൽ ജീവിതയാത്രയിൽ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടുവെന്നാണ് വചനം പറയുന്നത്. നിനക്ക് ഈ പ്രകാശം സമലഭ്യമാകണമെങ്കിൽ തീർച്ചയായും ചില പിൻവാങ്ങലുകൾക്ക് നീയും വിധേയമാകണം, നീ തയ്യാറാവണം. ഈശോയുടെ സുവിശേഷം ആരംഭിക്കുകയാണ്. സുവിശേഷ യാത്ര അവിടെ നിന്ന് തുടങ്ങുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. തന്റെ ആദ്യ ശിഷ്യന്മാരെ അവിടെ നിന്ന് അതിനുശേഷം തിരഞ്ഞെടുക്കുകയാണ്. ഒരു വലിയ ഹീറോയിക് ഇമേജ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ ആദ്യ 4 ശിഷ്യന്മാരെ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്നു. കർത്താവ് വിളിച്ച ഉടനെ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് അവരവിടുത്തെ അനുധാവനം ചെയ്യുന്നു. അതാണ് ഈ വിളിയുടെ ഹീറോയിക് ഡൈമെൻഷൻ എന്ന് ഞാൻ പറഞ്ഞത്. വിളിച്ചപാടെ എല്ലാം ഉപേക്ഷിച്ച് ദിവ്യ ഗുരുവിനെ അനുധാവനം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അരുമശിഷ്യന്മാരിൽ അവസാനം മരിച്ച യോഹന്നാനാണ് ദൈവം ആരാണെന്നുള്ള വലിയ ഉത്തരം നമുക്ക് തന്നത്. ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിച്ചത് വിശുദ്ധ യോഹന്നാനാണ്. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം അളക്കേണ്ടത് ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തില് ഈ ശിഷ്യന്മാരെ പോലെ ചില ഉപേക്ഷിക്കലുകൾ നമ്മൾ നടത്തണം. വള്ളവും വലയും ഉപേക്ഷിച്ച് കർത്താവിനെ അനുധാവനം ചെയ്ത ശിഷ്യന്മാരെ പോലെ വിട്ടുകൊടുക്കലുകള്, ചില ചെറുതാകലുകള്, ചില തോൽവികള്, ചില ഉപേക്ഷിക്കലുകള്, ഇതെല്ലാം ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവസ്നേഹത്തിന്റെ തോത് എളുപ്പത്തിൽ അളക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് ജീവിത യാത്രയിൽ ഏത് പ്രിയങ്ങളെയാണ്, ഏത് ഇഷ്ടങ്ങളെയാണ് ഞാനും നിങ്ങളുമെല്ലാം ഉപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഓർക്കുക, നമുക്ക് ലഭിച്ചതിനോട് തുലനം ചെയ്യുമ്പോൾ ഉപേക്ഷിച്ചതെല്ലാം വെറും നിസ്സാരമായിരുന്നെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് കിട്ടുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചതെല്ലാം അത് ചില ബന്ധങ്ങളാവാം, സ്വത്തുക്കളാകാം, പേരും പെരുമയുമാകാം,
നിന്റെ ജീവിതത്തിലെ ചില സാധ്യതകളാകാം. അതെല്ലാം നിസ്സാരമാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്കെല്ലാം സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ആത്മപരിശോധന ചെയ്യാം. ഓർക്കേണ്ട വലിയൊരു പാഠം ഇതാണ്: ചിലപ്പോഴെങ്കിലും നീ ഉപേക്ഷിച്ചതിനെ സ്വീകരിക്കാനുള്ള ഒരു തൃഷ്ണ, ഒരാഗ്രഹം അതെന്നിലും നിങ്ങളിലും എല്ലാം ഉണ്ടാകാം. ഉപേക്ഷിച്ചതിനെ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതം ധന്യമായി തീരുന്നത്. സാവൂളിന് പൗലോസാകാമെങ്കിൽ, വിശുദ്ധ അഗസ്തീനോസിന് അവന്റെ പഴയ ജീവിതയാത്രയിൽ നിന്നും വിശുദ്ധനായി തീരാമെങ്കിൽ, നിനക്കും നിന്റെ ജീവിത തീർത്ഥയാത്ര സ്വർഗത്തിലേക്കുള്ളതാക്കാൻ സാധിക്കും. 2 കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതി. ഒന്ന്, ജീവിതത്തിൽ നല്ല നിലപാടുകൾ എടുത്ത് ഉപേക്ഷിക്കാൻ നീ തയ്യാറാവുക. 2, ഉപേക്ഷിച്ചതിനെ എന്നേക്കുമായി നീ മറക്കുക. ആമേൻ.